Hi friends, my name is Prinz and once again welcome back to Active Prinz Vlogz. So അവസാനം Realme 7 സീരീസിലേക്കുള്ള ഫോൺ ഇന്നലെ ലോഞ്ച് ചെയ്തു. സോ അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ അടിയിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് അടിച്ചേക്കുക, ഒപ്പം തന്നെ മറ്റുള്ള ലെവലിലേക്ക് ഷെയറും ചെയ്യുക. സോ നമുക്കെല്ലാ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യമായിട്ട് റിയൽമി 7ന്റെ സ്പെസിഫിക്കേഷൻസും ഒക്കെ നോക്കാം. സോ ആദ്യമായി ഡിസൈനിന്റെ ഭാഗത്ത് നോക്കിയാൽ AG സ്പ്ലിറ്റ് ഡിസൈൻ എന്നാണ് ഇവർ ഈ ഡിസൈനിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഇത് റിയൽമി 6 കണ്ടപ്പോൾ തന്നെ പ്ലാസ്റ്റിക് ബോഡി ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക, പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയായിരിക്കും ഇതിനും ഉണ്ടായിരിക്കുക. 9.4 mm ആയിരിക്കും ഇതിന് തിക്നെസ്, 196 gram ആയിരിക്കും ഇതിന്റെ വെയിറ്റ്. ഇത് 2 കളർ വേരിയന്റുകളാണ് ഇത് അവൈലബിൾ, മിസ്റ്റ് വൈറ്റും മിസ്റ്റ് ബ്ലൂ എന്ന 2 കളറും. സോ നമുക്ക് അടുത്ത ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കാം. 6.5 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ തന്നെയായിരിക്കും. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഉണ്ടായിരിക്കും. റിയൽമി 6ലെ അതേ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ 120 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിനുണ്ടായിരിക്കും. പിന്നെ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും 480 നിറ്റ്സ് വരെ മാക്സ് ബ്രൈറ്റ്നസ്സും ഈ സ്ക്രീനിന്റെ ഇത് പോകും. റിയൽമി 6ലുള്ള ഏകദേശം അതേ ഡിസ്പ്ലേ തന്നെയാണ് ഈ റിയൽമി 7ലും ഉള്ളത്. സോ അടുത്ത നമുക്ക് പെർഫോമൻസിന്റെ ഭാഗത്ത് നോക്കാം. ഇതിൽ ചെറിയ തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് അവർ വരുത്തിയിട്ടുണ്ട്. മീഡിയാടെക് ഹീലോ G95 എന്ന ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത് വേൾഡ്സ് ഫസ്റ്റ് ഫോണാണ് ഈ മീഡിയാടെക് ഹീലോ G95 എന്ന പ്രൊസസ്സർ വെച്ച് വരുന്നത്. 2.05 GHz ക്ലോക്ക് സ്പീഡുള്ള കോർട്ടെക്സ് A76 കോറുകളും 2 GHz വരെ ക്ലോക്ക് സ്പീഡുള്ള കോർട്ടെക്സ് A55 കോറുകളുമാണ് ഇതിലുള്ളത്. പിന്നെ 12 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ടെക്നോളജിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാലിയുടെ G76 GPU ആണ്. അപ് ടു 900 MHz വരെ ക്ലോക്ക് സ്പീഡ് ഉണ്ട് ഈ GPUവിന്റെ ഭാഗത്ത് മാത്രമാണ് മീഡിയാടെക്കിന്റെ ഹീലോ G90യും മീഡിയാടെക് ഹീലോ G95 തമ്മിലുള്ള ഏക ഡിഫറൻസ്. വെറും 100 MHz ക്ലോക്ക് സ്പീഡിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ G90യും G95 എന്ന ഈ 2 പ്രോസസ്സുകൾ തമ്മിലുള്ളത്. പിന്നെ ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്കിന്റെ ഭാഗത്ത് നോക്കിയാൽ ആദ്യം നമുക്ക് ഹീലോ G90ന്റെ സ്കോർ വന്നിരിക്കും 2,92,000. ഇപ്പോൾ G95 വന്നിരിക്കുന്നത് 3 lakhന്റെ മേലെയായിരിക്കും, 3,03,000 ആ റേഞ്ചിലാണ് ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്കിന്റെ സ്കോറുകൾ വന്നിരിക്കുന്നത്. റാം ആൻഡ് സ്റ്റോറേജിന്റെ ഭാഗത്ത് നോക്കാം. 2 വേരിയന്റുകളാണ് ഇത് ലഭിക്കുന്നത്, 6GB 64GB 8GB 120GB. റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDയുടെ 4Xഉം സ്റ്റോറേജ് ടൈപ്പ് UFS 2.1ഉമാണ്. ഇതിന് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഉണ്ടായിരിക്കും. അടുത്ത നമുക്ക് ക്യാമറയുടെ ഡിപ്പാർട്ട്മെന്റ് നോക്കാം. 64 MP അടങ്ങുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിലുണ്ടായിരിക്കുക. f1.8 ഉള്ള 64 MP സോണിയുടെ IMX682 സെൻസറാണ് മെയിൻ സെൻസറായിട്ട് നൽകിയിരിക്കുന്നത്. സാംസങ് GW1 64 MP സെൻസറിൽ നിന്നും സോണി IMX682ലേക്ക് ഒരു അപ്ഗ്രേഡ് അവർ നൽകിയിട്ടുണ്ട്. പിന്നെ 7 MP അൾട്രാ വൈഡ് സെൻസറും 2 MP മാക്രോയും 2 MP ഡെപ്ത് സെൻസറും ഉണ്ടായിരിക്കും. എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയി നോക്കിയാൽ സ്റ്റാറി മോഡ് എന്ന പുതിയ മോഡും പ്രോ നൈറ്റ് മോഡ് എന്ന മോഡും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നൈറ്റ് ഫിൽറ്റേഴ്സ് പറഞ്ഞ ഫീച്ചറും ഇതിനുണ്ടായിരിക്കും. പിന്നെ ഇവിടെ തന്നെ അൾട്രാ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന ഫീച്ചർ UIS ഇതിൽ ഇവിടെ റിയർ ക്യാമറയിൽ ഉണ്ടായിരിക്കും. റിയർ ക്യാമറയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുക അപ് ടു 4K at 30 frames/second. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കിയാൽ 16 MP ക്യാമറ ആയിരിക്കും. f2.0 ഉള്ള 16 MP ക്യാമറ. ഫ്രണ്ട് ക്യാമറയിൽ മാക്സിമം വീഡിയോ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ 1080p at 30 frames/second വരെ ആയിരിക്കും. അടുത്ത നമുക്ക് ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് നോക്കാം. ഇതിൽ മാസീവ് 5000 mAh ബാറ്ററി ആയിരിക്കും ഉണ്ടായിരിക്കുക. 30 വാട്ട്സിന്റെ ഡാർട്ട് ചാർജർ ആയിരിക്കും ഇതിനോടൊപ്പം ലഭിക്കുക. ഇതിൽ 0 to 100% വെറും 65 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് റിയൽമി അവകാശപ്പെടുന്നത്. വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിൽ ലഭിക്കുന്നതെന്ന് നോക്കാം. ഇതിൽ സൈഡ് മൗണ്ടഡ് FPS, അതായത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആയിരിക്കും നൽകുക. അത് റിയൽമി 6ൽ അതേപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഫേസ് അൺലോക്കും ഉണ്ടായിരിക്കും. പഞ്ച് ഹോൾ സെറ്റപ്പ് ഉള്ള ക്യാമറ ആയിരിക്കും ഇതിൽ നൽകിയിരിക്കുന്നത്. Type-C പോർട്ടും 3.5 mm ഓഡിയോ ജാക്കും ഉണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ യൂസർ ഇന്റർഫേസ് നോക്കിയാൽ ആൻഡ്രോയിഡ് 10ൽ അധിഷ്ഠിതമായ റിയൽമി UI ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇത്രയുമാണ് റിയൽമി 7ന്റെ സ്പെസിഫിക്കേഷൻസ്. സോ അടുത്ത് നമുക്ക് റിയൽമി 7 പ്രോന്റെ വിശേഷങ്ങൾ നോക്കാം.
സോ റിയൽമി 7ന്റെ സ്പെസിഫിക്കേഷൻസ് ആദ്യം നമുക്ക് ഡിസൈൻ്റെ ഭാഗത്ത് നോക്കാം. ഇതൊരു ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡോടെ ആയിരിക്കും വരിക. അതായത് ഗൊറില്ല ഗ്ലാസ് 5 ഫ്രണ്ടിലും ബാക്കിലും ഇതിലുണ്ടായിരിക്കും. പിന്നെ 8.5 mm തിക്നെസ്സും 182 grams മാത്രമായിരിക്കും ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ അവർ വിളിക്കുന്നത് ആൻറ്റി ഗ്ലെയർ ഡിസൈൻ എന്നാണ്. 2 കളർ വേരിയൻറ്റുകളാണ് സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിരിക്കുക. മിറർ സിൽവറും മിറർ ബ്ലൂ എന്ന 2 കളർ വേരിയൻറ്റ്. അടുത്ത ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കിയാൽ ഒരു മേജർ ഇമ്പ്രൂവ്മെന്റ് തന്നെ നൽകിയിട്ടുണ്ട്. അവർ നൽകിയിരിക്കുന്നത് 6.4 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. റിയൽമി 6 പ്രോയിലുള്ളതുപോലെ ഒരു LCD ഡിസ്പ്ലേ അല്ല അവർ നൽകിയിരിക്കുന്നത്, LED ഡിസ്പ്ലേ ആണ് അവർ ഇതിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ റിയൽമി 6 പ്രോയിലുള്ള ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 90 Hz ഒന്നും വരുന്നില്ല. നോർമൽ 60 Hzന്റെ റിഫ്രഷ് റേറ്റ് മാത്രമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഉണ്ടായിരിക്കും. 90.8% ആണ് ഇതിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അടുത്ത് നമുക്ക് പെർഫോമൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് നോക്കാം. സ്നാപ്ഡ്രാഗൺ 720G ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഒരു ഇംപ്രൂവ്മെന്റും ഇതിൽ വരുത്തിയിട്ടില്ല. പക്ഷെ ഈ 20,000 താഴെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊസസ്സറിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇതിൽ ഒക്ടാകോർ പ്രൊസസ്സറാണ്. 2.3 GHz വരെ ക്ലോക്ക് സ്പീഡുള്ള ക്രയോ 465 ഗോൾഡ് കോർട്ടക്സും 1.8 GHz വരെ ക്ലോക്ക് സ്പീഡുള്ള ക്രയോ 465 സിൽവർ കോർട്ടക്സുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 8 nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അഡ്രിനോ 618 ആയിരിക്കും ഇതിന്റെ GPU. അടുത്ത നമുക്ക് റാം ആൻഡ് സ്റ്റോറേജിന്റെ ഭാഗത്ത് നോക്കാം. 2 റാം ആൻഡ് സ്റ്റോറേജ് വേരിയന്റുകളാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുക. 6GB 128GB 8GB 128GB. LPDDR4X റാം ആയിരിക്കും ഇതിന്റെ റാം ടൈപ്പ്. UFS 2.1 ആയിരിക്കും ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പ്. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഇതിനുണ്ടായിരിക്കും. അടുത്ത നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ ഇതിലും സെയിം 64 MP സോണി IMX682 എന്ന സെൻസർ തന്നെയായിരിക്കും ഇതിലുണ്ടായിരിക്കുക. റിയൽമി 7ലുള്ള പോലെ തന്നെ അതേ പ്രൈമറി ക്യാമറ തന്നെയായിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഇതിന്റെ ഫോക്കൽ ലെങ്ത് നോക്കിയാൽ f1.8 അപ്പറേച്ചർ ആയിരിക്കും. പിന്നെ 8 MP അൾട്രാ വൈഡ് സെൻസറും 2 MP മാക്രോയും 2 MP ഡെപ്ത് സെൻസറും ഉണ്ടായിരിക്കും. പിന്നെ റിയൽമി 7ൽ കണ്ടതുപോലെ തന്നെ സ്റ്റാറി മോഡും പ്രോ നൈറ്റ് മോഡും നൈറ്റ് ഫിൽറ്റേഴ്സും പറഞ്ഞ ഒട്ടേറെ എക്സ്ട്രാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. പിന്നെ അൾട്രാ നൈറ്റ് സ്കേപ്പ് വീഡിയോ എന്നൊരു എക്സ്ട്രാ ഫീച്ചർ റിയൽമി 7നെ അപേക്ഷിച്ച് ഈ റിയൽമി 7 പ്രോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ AI കളർ പോർട്രേറ്റ് എന്ന പുതിയൊരു ഫീച്ചറും ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ AI കളർ പോർട്രേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മളെ മാത്രം കളറാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ അതിനാണ് ഈ AI കളർ പോർട്രേറ്റ് എന്ന് പറയുന്നത്. ഇതിന് വീഡിയോ കേപ്പബിലിറ്റി നോക്കിയാൽ റിയൽ ക്യാമറയിൽ അപ് ടു 4K 30 frames/second ആയിരിക്കും ഇതിന്റെ വീഡിയോ കേപ്പബിലിറ്റി. 32 MP അടങ്ങുന്ന സെൽഫി ക്യാമറയാണ് ഇതിലുണ്ടായിരിക്കുക. f2.5 ആയിരിക്കും ഇതിന്റെ അപ്പറേച്ചർ. ഇതിന്റെ വീഡിയോ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ 1080p 30 frames/second 120 frames/second ഇതിന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഗൈറോ EIS എന്ന് പറഞ്ഞ ഒരു ഫീച്ചറും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള EIS ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അടുത്ത ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് വലിയൊരു ഇമ്പ്രൂവ്മെന്റ് തന്നെ നൽകിയിട്ടുണ്ട്. 4500 mAhന്റെ ബാറ്ററിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. 2 ബാറ്ററി ആയിട്ടാണ് ഇവർ നൽകി 2250 mAhന്റെ 2 ബാറ്ററികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2500 mAh പ്ലസ് 2500 mAh, അപ്പോൾ 4500 mAh ടോട്ടൽ ബാറ്ററി കപ്പാസിറ്റി ഇതിനുണ്ടായിരിക്കും. അടുത്താണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് 65 wattsന്റെ സൂപ്പർ ഡാർക്ക് ചാർജർ ബോക്സിന്റെ ഉള്ളിൽ തന്നെ ലഭിക്കുന്നതാണ്. ആദ്യമായി 65 wattsന്റെ ഫാസ്റ്റ് ചാർജർ 20,000 താഴെ ഇറക്കിയതിൽ റിയൽമി 7 പ്രോവിന് അവകാശപ്പെടുന്നതാണ്. 0 to 100% എത്താൻ വെറും 34 മിനിറ്റ് മാത്രം മതി ഇതിന് 0 to 100% വരെ ചാർജ് ചെയ്യാൻ. ചാർജിങ്ങിന്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞത് 3 മിനിറ്റ് ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് 2.5 മണിക്കൂർ യൂട്യൂബും 2 മണിക്കൂർ ഇൻസ്റ്റാഗ്രാമും 1 മണിക്കൂർ 20 മിനിറ്റ് ഗെയിമിങ്ങും ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സിന്റെ നോക്കാം. ഇതിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ FPS ആയിരിക്കും നൽകുക. റിയർ മൗണ്ടഡോ അല്ലെങ്കിൽ സൈഡ് മൗണ്ടഡോ FPS ആയിരിക്കില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഫേസ് അൺലോക്കും ഉണ്ടായിരിക്കും. പിന്നെ ഒരു മാറ്റം വന്നിരിക്കുന്നതിന് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. റിയൽമി 6 പ്രോയിൽ മോണോ സ്പീക്കറാണ്, ഡൗൺ ഫയറിംഗ് സിംഗിൾ സ്പീക്കർ ആയിരുന്നു. പക്ഷെ ഇതിൽ 2 സൈഡും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഡുവൽ സ്പീക്കേഴ്സ് ഇതിനുണ്ടായിരിക്കും വിത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട്. ഇതിന് കുറച്ചുകൂടി ചെറിയ പഞ്ച് ഹോൾ ക്യാമറ ആയിരിക്കും ഇതുണ്ടായിരിക്കുക റിയൽമി 7H കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ Type-C പോർട്ടും
3.5mm ഓഡിയോ ജാക്കും ഇതിനുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള റിയൽമി UI ആയിരിക്കും ഇതിൽ റൺ ചെയ്യുന്നത്. അവർ പറയുന്നത് ഇതിൽ TUV റെയിൻലാൻഡിൻ്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കേഷനോടെ വരുന്ന ഫസ്റ്റ് ഫോണാണ് ഈ റിയൽമി 7 എന്നാണ്. സാധാരണ ഇത് സ്ക്രീനിലും മറ്റേ അല്ലെങ്കിൽ ബോഡിയിലും അങ്ങനത്തെ മാത്രം സർട്ടിഫിക്കേഷൻ മാത്രമായിട്ട് വരുന്ന ഫോണുകളാണ് മിക്കതും. പക്ഷേ ഈ റിയൽമി 7 പ്രോൻ്റെ പ്രത്യേകതയാണ് ഇത് ഫുൾ സർട്ടിഫിക്കേഷൻ, കംപ്ലീറ്റ് സർട്ടിഫിക്കേഷനോടെയാണ് ഈ ഫോൺ വരുന്നതെന്നാണ്. സോ ഇത്രയുമാണ് റിയൽമി 7 പ്രോൻ്റെ വിശേഷങ്ങൾ. സോ അടുത്ത നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന വേരിയൻ്റ് ആൻഡ് പ്രൈസിങ്ങിൻ്റെ ഭാഗത്ത് നോക്കാം. റിയൽമി 7ൻ്റെ പ്രൈസിംഗ് ആണ് 6GB RAM 64GB സ്റ്റോറേജിന് 15,000ഉം 8GB RAM 120GBക്ക് 17,000ഉമാണ് പ്രൈസിങ്. അടുത്ത നമുക്ക് റിയൽമി 7 പ്രോൻ്റെ പ്രൈസിങ് നോക്കാം. 6GB RAM 120GB സ്റ്റോറേജിന് 20,000ഉം 8GB RAM 120GBക്ക് 22,000ഉമാണ് പ്രൈസിങ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ ലോഞ്ച് ചെയ്ത റിയൽമി 7 സീരീസിലെ ഫോണുകളിലെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്നത് തീർച്ചയായും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഫോണിന്റെ പ്രൈസിങ് കറക്റ്റ് പ്രൈസിങ് ആണ്, ഡീസെന്റ് ആണോ അല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആണോ, അതും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഫോണ് നിങ്ങളുടെ എക്സ്പെക്ടേഷനിൽ എത്തിയോ, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാനെടുത്ത ഈ എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിക്കുക. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ ലേറ്റസ്റ്റ് യൂസ്ഫുൾ വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. സോ സ്റ്റേ സേഫ് ആൻഡ് ഓൾവേസ് ബി ആക്റ്റീവ്.